സിന്ദൂരരേഖ ഭാഗം 117. അമ്മാളു മനുവിൻ്റെ നെഞ്ചിലേക്ക് കൈകളമർത്തി പതുക്കെ അവനിൽ നിന്നും അല്പം അകലം പാലിച്ചു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടത്തിൽ ആകുലതയും സംശയവും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ അവളെക്കുറിച്ച് ആലോചിക്കാതിരിക്കും പറ്റും മനുവേട്ടാ? അമ്മാളുവിൻ്റെ ശബ്ദം വല്ലാതെ ഇടറിപ്പോയിരുന്നു. അവൾ മുഖം കുനിച്ചു. സിറിലും അനന്തനമ്മാവനും ചെയ്തതിനേക്കാൾ വലിയ കെണിയാണ് അവൾ നമുക്ക് ചുറ്റി ഒരുക്കിയത്. മനുവേട്ടനെ കള്ളക്കേസിൽ കുടുക്കിയത് അവളല്ലേ? ഇപ്പോഴാണെങ്കിൽ പോലും അവരെല്ലാവരും അകത്തായ സ്ഥിതിക്ക് അവൾ അടങ്ങിയിരിക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അവൾ വീണ്ടും നമ്മളെ ഇനിയും എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് പേടിയാ മനുവേട്ടാ. അവളെ ഓർക്കുമ്പോൾ എൻ്റെ നെഞ്ച് പിടയുവാണ്. അമ്മാളുവിൻ്റെ വിറയ്ക്കുന്ന വാക്കുകൾ കേട്ടതും മനുവിൻ്റെ മുഖത്തെ ഗൗരവം പതുക്കെ അലിഞ്ഞുപോയി. അവളിപ്പോഴും മാനസികമായി എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് അവൻ അന്നേരം തിരിച്ചറിയുകയായിരുന്നു. അവൻ പതുക്കെ അവളുടെ 2 കൈകളും പിടിച്ച് തൻ്റെ ചുണ്ടുകളോട് ചേർത്തു. ഞാൻ ഉള്ളപ്പോൾ എന്തിനാ ഈ പേടി? ഒരു പേടിയും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, അവളുടെ കാര്യം മറന്നു കളഞ്ഞേക്ക്. ഇനി അവളെന്നൊരു അധ്യായം നമ്മുടെ ജീവിതത്തിലില്ല. മനു ഉറപ്പോടെ തന്നെ അവളോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആ വീടിൻ്റെ മുറ്റത്തേക്ക് സൂര്യപ്രകാശം അരിച്ചിറങ്ങുമ്പോൾ തന്നെ വീടിനുള്ളിൽ ഒരു സമാധാന അന്തരീക്ഷം രൂപപ്പെട്ടിരുന്നു. തലേ ദിവസം രാത്രിയിലെ പ്രശ്നങ്ങളുടെ ഒടുക്കത്തിനും സമാധാനത്തിനും ഒടുവിൽ പുലർച്ചെ തന്നെ മനു എഴുന്നേറ്റ് തൻ്റെ യാത്രാ ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അമ്മാളു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഈറൻ മുടിയോടെ മുറിയിലേക്ക് കയറി വരുമ്പോൾ മനു തൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി എടുത്ത് ബാഗിലേക്ക് വെക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് അവളുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി പടർന്നു. മനുവേട്ടാ, ഇതെന്താ ബാഗ് പാക്ക് ചെയ്യുന്നത്? എങ്ങോട്ടെങ്കിലും പോകുവാണോ? അമ്മാളു അവനരികിലേക്ക് ആകുലതയോടെ നടന്നെടുത്തുകൊണ്ട് ചോദിച്ചു. മനു ബാഗിൻ്റെ സിബ് വലിച്ചടച്ചുകൊണ്ട് അവളെ തിരിഞ്ഞു നോക്കി. അവൻ്റെ മുഖത്ത് പതിവ് ശാന്തത വരുത്തി തീർക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൻ പതിയെ വന്ന് അവളുടെ കൈകളിൽ പിടിച്ചു. അമ്മു, ഞാനന്ന് ഹൈദരാബാദ് വരെ ഒന്ന് പോവാണ്. അവിടെ ഒരു വലിയ ആർട്ട് എക്സിബിഷൻ നടക്കുന്നുണ്ട്. കഴിഞ്ഞ മാസം ഫിക്സ് ചെയ്തതാ. ഞാനില്ലെന്നാ പറഞ്ഞത്. ബട്ട് ഇപ്പം നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു വഴിക്കായ സ്ഥിതിക്ക് എനിക്കത് മിസ് ചെയ്യാൻ പറ്റില്ല. കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സിബിഷനാണത്. മനു അവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. ഇപ്പോഴാണോ എന്നിട്ട് പോകുന്നത്? അവിടെ സ്റ്റേഷനിൽ കേസിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ... അമ്മാളുവിന് അവൻ്റെ ആ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ എന്തോ ഒരു അസ്വാഭാവികത തോന്നി. എങ്കിലും അവൾ അത് തുറന്നു ചോദിക്കാതെ ബാക്കി പൂർത്തിയാക്കിയില്ല. അതൊക്കെ നോക്കാൻ ഇവിടെ ഉണ്ണിയുണ്ടല്ലോ. 2-3 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. ഞാൻ വേഗം തിരിച്ചു വരും. മനു അവളുടെ കവിളിൽ പതുക്കെ തഴുകി. താഴത്തെ ഹാളിലേക്ക് വരുമ്പോൾ അമ്മയും ഉണ്ണിയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയോട് ഇക്കാര്യം നേരത്തെ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു എക്സിബിഷൻ ഉണ്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ പോകുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിലും അവനങ്ങനെ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അതിൽ പ്രത്യേകിച്ചൊരു എതിർപ്പൊന്നും ഇല്ലായിരുന്നു. ഉണ്ണിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് മനു അവനെ വരാന്തയിലേക്ക് കൂട്ടി നടന്നു. ഉണ്ണി, ഞാൻ 2-3 ദിവസത്തേക്കാണ് ഹൈദരാബാദ് വരെ പോകുന്നത്. എക്സിബിഷൻ്റെ കാര്യത്തിനാണെന്ന് അമ്മാളുവിനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സ്റ്റേഷനിൽ നിന്ന് സൂര്യൻ വിളിച്ചാൽ നീ വേണം കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അമ്മാവൻ്റെ കേസ് ഫയൽ ചെയ്ത സ്ഥിതിക്ക് ഇനി പ്രൊസീജിയേഴ്സൊക്കെ സൂര്യൻ നോക്കിക്കോളും. എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ മാത്രം എന്നെ ഫോണിൽ വിളിച്ചാൽ മതി. വീട്ടിലെ കാര്യം ഞാൻ നിന്നെ ഏൽപ്പിക്കുവാണ്. ടേക്ക് കെയർ. മനുവിൻ്റെ ശബ്ദത്തിൽ ഒരു വലിയ ഗൗരവമുണ്ടായിരുന്നു. ഗൗരവത്തിൻ്റെ അർത്ഥം എന്തുകൊണ്ടാണെന്നുള്ളത് ഉണ്ണിക്ക് എളുപ്പം മനസ്സിലാവുകയും ചെയ്തു. ധൈര്യമായിട്ട് പൊയ്ക്കോ ഏട്ടാ. ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അമ്മയും അമ്മാളുവിനെയും ഒക്കെ ഞാൻ നോക്കിക്കോളാം. ഏട്ടൻ ധൈര്യമായിട്ട് പോയിട്ട് വാ. ഉണ്ണി ഉറപ്പോടെ തന്നെ അവനോട് തിരികെ പറഞ്ഞു. മനു അമ്മയോടും ഉണ്ണിയോടും യാത്ര പറഞ്ഞ് ഒടുവിൽ അമ്മാളുവിനെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം യാത്രയായി. വണ്ടിയിലേക്ക് കയറുമ്പോഴും അമ്മാളുവിൻ്റെ കണ്ണുകൾ മനുവിനെ തന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് ശേഷം ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മനുവിൻ്റെ കയ്യിൽ ആകെ ഒരു ചെറിയ ട്രാവൽ ബാഗ് മാത്രമാണ് ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആ തണുത്ത കാലാവസ്ഥയിൽ നിന്നും ഹൈദരാബാദിലെ തിരക്കേറിയതും അല്പം ചൂടുള്ളതുമായ അന്തരീക്ഷത്തിലേക്ക് അവൻ ലാൻഡ് ചെയ്തു. ചുറ്റുമുള്ള ആളുകളുടെ ബഹളത്തിനിടയിലൂടെ നടക്കുമ്പോഴും അവൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു. അവൻ എയർപോർട്ടിന് വെളിയിൽ വന്ന് ഒരു ടാക്സി വിളിച്ച് നേരെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്ക് തിരിച്ചു. ഹൈദരാബാദിൻ്റെ വലിയ റോഡുകളിലൂടെയും ഹൈവേകളിലൂടെയും ടാക്സി മുന്നോട്ട് കുതിക്കുമ്പോൾ മനു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്നു. വലിയ കെട്ടിടങ്ങളും IT പാർക്കുകളും കടന്നു പോകുമ്പോഴും അവൻ്റെ ചിന്തകൾ എക്സിബിഷനെക്കുറിച്ചായിരുന്നില്ല. അവൻ്റെ കണ്ണുകളിൽ വീണ്ടും ആ കല്ലിച്ച ഗൗരവം തിരിച്ചെത്തിയിരുന്നു. ഹോട്ടൽ റൂമിലെത്തി ഫ്രഷായി കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകുന്നേരമായിരുന്നു. മനു കട്ടിലിൻ്റെ അരികിലിരുന്ന് ഫോൺ എടുത്ത് അമ്മാളുവിൻ്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഒരു തവണ റിങ് ചെയ്ത് കഴിഞ്ഞ് 2ാമത്തെ ബെല്ലിൽ തന്നെ അമ്മാള് ഫോൺ അറ്റൻഡ് ചെയ്തിരുന്നു.
അവൾ ഫോണിനായി കാത്തിരിക്കുകയായിരുന്നു എന്ന് ആ വേഗതയിൽ നിന്ന് തന്നെ അവന് മനസ്സിലാക്കാനായിരുന്നു. ഹലോ, മനുവേട്ട എത്തിയോ? അമ്മാളുവിൻ്റെ ശബ്ദത്തിൽ ആശ്വാസവും ഒപ്പം ഒരു നേർത്ത ആശങ്കയും ഉണ്ടായിരുന്നു. ആടാ, ഞാൻ ഹൈദരാബാദ് എത്തി. ഹോട്ടലിൽ റൂമൊക്കെ എടുത്ത് ഇപ്പോൾ ഫ്രഷായിരിക്കുവാണ്. നീ എന്ത് ചെയ്യുക? ഫുഡൊക്കെ കൃത്യമായിട്ട് കഴിച്ചോ? മനു വളരെ സാധാരണ രീതിയിൽ അവളോട് തിരികെ ചോദിച്ചു. ഞാൻ കഴിച്ചു ഏട്ടാ. അമ്മയും ഉണ്ണിയേട്ടനും താഴെയുണ്ട്. അവിടെ എങ്ങനെയുണ്ട്? എക്സിബിഷൻ്റെ ആളുകളൊക്കെ കണ്ടോ? അവൾ പതിയെ തിരികെ ചോദിച്ചു. ഇല്ല, ഇന്നിനി ഒരിടത്തേക്കും പോകുന്നില്ല. നാളെ മുതലാണ് എക്സിബിഷൻ്റെ മെയിൻ വർക്കുകളൊക്കെ തുടങ്ങുന്നത്. ഇന്നിനി റെസ്റ്റ് എടുക്കണം. ആൻഡ് ഐ മിസ് യു ബീങ് ഹിയർ. മനു ജനാലയിലൂടെ പുറത്തെ നഗരത്തിൻ്റെ ലൈറ്റുകളിലേക്ക് നോക്കിക്കൊണ്ട് അവളോടായി പറഞ്ഞു. അമ്മാളും അതിന് ഒന്ന് മൂളുക മാത്രമാണ് ചെയ്തത്. അവളുടെ ഉള്ളിൽ അന്നേരവും എന്തൊക്കെയോ ചിന്തകളായിരുന്നു. അവൾക്ക് അവനെ നന്നായിട്ട് തന്നെ അറിയാം. എക്സിബിഷൻ്റെ ആവശ്യത്തിനാണ് പോയതെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അവൻ്റെ സംസാരത്തിലെ ആ ചെറിയ ഇടർച്ചയും വിക്കലും അമ്മാൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. നാട്ടിലെ അത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഒരു രാത്രി വെളുത്തപ്പോൾ അവൻ ഹൈദരാബാദിലേക്ക് വണ്ടി കയറിയത് വെറും ഒരു ആർട്ട് എക്സിബിഷന് വേണ്ടിയല്ല എന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. അവനെന്തോ വലിയൊരു കാര്യത്തിന് വേണ്ടിയാണ് തങ്ങളിൽ നിന്നും എന്തോ ഒളിച്ചു വെച്ചുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവളുടെ ഉള്ളിൽ ചോദിക്കണം എന്ന് വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവളത് ചോദിച്ചില്ല. ചോദിച്ചാൽ അവൻ കൂടുതൽ വിഷമിക്കുമെന്നും തങ്ങളെ സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് അവൻ ഈ ഒരു കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുന്നതെന്നും അവൾ മനസ്സിലാക്കി. തന്നെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ വേണ്ടി അവൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു. മനുവേട്ട, സൂക്ഷിക്കണം, എന്ത് കാര്യത്തിനാണെങ്കിലും. കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അമ്മാളു ആർദ്രമായിട്ട് അവനോട് തിരികെ പറഞ്ഞു. മനു ഒരു നിമിഷം ഒന്ന് നിശബ്ദനായി. അവൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് ആ വാക്കുകളിൽ നിന്ന് തന്നെ അവൻ തിരിച്ചറിഞ്ഞിരുന്നു. എങ്കിലും അവൾ തന്നോട് തിരിച്ചു ചോദിക്കാത്തതിൽ അവൻ അവളോട് വലിയൊരു ബഹുമാനം തോന്നി. എനിക്കറിയാം അമ്മു, നീ ധൈര്യമായിട്ടിരിക്കെ, ഞാൻ വേഗം തിരികെ വരും. മനു ശാന്തമായ സ്വരത്തിൽ മന്ത്രിച്ചു. അമ്മാളും മിണ്ടിയില്ല. കുറച്ചു സമയം ഇരുവരുടെയും നിശ്വാസം മാത്രം തങ്ങൾക്കിടയിൽ നിലകൊണ്ടു. പരസ്പരം സംസാരിക്കാൻ വാക്കുകളില്ലാത്തതുപോലുള്ളൊരു സന്ദർഭം. അമ്മയോടും ഉണ്ണിയോടും ഒക്കെ ഞാൻ വിളിച്ചു എന്ന് പറഞ്ഞേക്ക്. എനിക്ക് നാളത്തെ കുറച്ച് വർക്ക്സ് ചെയ്യാനുണ്ട്, അത് ചെയ്യട്ടെ. എന്നിട്ടൊന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങണം. കുറച്ചു നേരം കൂടി സംസാരിച്ച് ഇരുവരും ഫോൺ കട്ട് ചെയ്തു. മനു ഫോൺ കട്ടിലിൻ്റെ പുറത്തേക്ക് വെച്ചു. എന്നിട്ട് അവൻ പതുക്കെ എഴുന്നേറ്റ് ജനാലയ്ക്കൽ ചെന്ന് നിന്നു. ഹൈദരാബാദ് നഗരത്തിൻ്റെ മുകളിലെ ആകാശം കറുത്തിരുണ്ടിരിക്കുകയായിരുന്നു. അവൻ പോക്കറ്റിൽ നിന്നും തൻ്റെ പേഴ്സ് എടുത്ത് അതിനുള്ളിലിരുന്നൊരു ചെറിയ ഡയറി കഷ്ണത്തിലെ മേൽവിലാസത്തിലേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ പ്രതികാരം കൊണ്ട് വീണ്ടും ചുവന്നു തൊടുത്തു. അനവദ്യ. അവൾ വിചാരിച്ചിരിക്കുന്നത് സിറിലിനെയും അനന്തനെയും പൂട്ടിയതോടെ മനുവിൻ്റെ പ്രതികാരം തീർന്നുവെന്നാണ്. പക്ഷേ തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കാരണക്കാരിയായ അവള് സ്വതന്ത്രമായി ഹൈദരാബാദിൻ്റെ മണ്ണിൽ സുഖമായി ജീവിക്കാൻ ഈ മനു അനുവദിക്കില്ല. അവൾക്കുള്ള കെണി ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. പിറ്റേന്ന് രാവിലെ ഹൈദരാബാദിൻ്റെ ആകാശം കറുത്ത പുകമറകൾ കൊണ്ട് മൂടിക്കെട്ടി കിടക്കുകയായിരുന്നു. നഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന വാഹനങ്ങളുടെ ഹോൺ ശബ്ദങ്ങൾക്കിടയിലൂടെ മനു തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങി. തലേ ദിവസം രാത്രി മനസ്സിൽ കോറിയിട്ട ആ വിലാസം തിരഞ്ഞാണ് അവനൊരു ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്നത്. ഹൈദരാബാദിലെ ആഡംബര ഫ്ലാറ്റുകളോ IT പാർക്കുകളോ ഉള്ള വശങ്ങളായിരുന്നില്ല അത്. നഗരത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒന്നിനോടൊന്ന് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കെട്ടിടങ്ങൾ നിറഞ്ഞ ഒരു സാധാരണ പ്രദേശമായിരുന്നു. നിറയെ അഴുക്കുചാലുകളും ഇടുങ്ങിയ റോഡുകളും പിന്നിട്ട് ആ ഓട്ടോ വന്ന് നിന്നത് 5 നിലകളുള്ള പഴകിപ്പൊളിഞ്ഞൊരു ഫ്ലാറ്റിന് മുന്നിലായിരുന്നു. മനു വണ്ടിയിൽ നിന്നിറങ്ങി മുകളിലേക്ക് നോക്കി. അനവദ്യ താമസിക്കുന്നത് ഇങ്ങനെയൊരു സ്ഥലത്താണെന്ന് അവന് വിശ്വസിക്കാൻ ഒരു നിമിഷം കഴിഞ്ഞിരുന്നില്ല. അവൻ പതിയെ പടവുകൾ കയറി 3-ാമത്തെ നിലയിലെ 304-ാം നമ്പർ മുറിക്ക് മുന്നിലെത്തി. കരി പിടിച്ച ആ ഇരുമ്പ് വാതിലിൽ അവൻ 2 തവണ ശക്തമായി മുട്ടി. കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഉള്ളിൽ നിന്നും ഒരു താക്കോല് തിരിയുന്ന ശബ്ദം കേട്ടു. വാതിൽ പതുക്കെ തുറക്കപ്പെട്ടു. കണ്ണട വെച്ച് നരച്ച മുടിയും ചുളിവുകൾ വീണ മുഖവുമുള്ള ഒരു മധ്യവയസ്കയായിരുന്നു വാതിൽ തുറന്നത്. കീറിപ്പറഞ്ഞൊരു സാധാരണ കോട്ടൺ സാരിയായിരുന്നു അവരുടെ വേഷം. മനുവിനെ കണ്ടതും ഒരു നിമിഷം അവരൊന്ന് പരിഭ്രമിച്ചു. കാരണം തങ്ങളുടെ ആ ചെറിയ ലോകത്തേക്ക് വരാൻ സാധ്യതയുള്ള ആരും ആയിരുന്നില്ല മുന്നിൽ നിൽക്കുന്ന ആ ഒരു ചെറുപ്പക്കാരൻ അവർക്ക്. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വിൽ ബി അറ്റ് ടുമോറോ 7 PM. Stay tuned. Bye.